CPM-ആയിട്ട് ഞാൻ യാതൊരു ബന്ധവുമില്ല എന്ന് അന്ന് ഞാൻ പറഞ്ഞത് CPM-ആയിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകുമെന്നാണ്. എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ CPM-നെ ഒരിക്കലും ഞാൻ കുറ്റം പറയുന്നില്ല, CPM-നെ DYFI-നെ ഒന്നും ഞാൻ കുറ്റം പറയുന്നില്ല. കാരണം വെച്ചാൽ ഒരു മനുഷ്യൻ്റെ മരണത്തിൻ്റെ ഒരവസ്ഥയിലേക്ക് കടന്നു പോകുമ്പോൾ എന്നെ സമാധാനിപ്പിച്ച് നിർത്തിയ പ്രസ്ഥാനമാണ്. പക്ഷേ എനിക്കൊരിക്കലും ഒരു CPM കാരണോ അല്ലെങ്കിൽ CPM കാരനാണ് എന്ന് പറഞ്ഞിട്ട് ഇരിക്കാൻ എൻ്റെ ജീവൻ നഷ്ടപ്പെടും എന്നുള്ള ഒരവസ്ഥയാണിപ്പോൾ. ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ഏകദേശം ഒരാഴ്ച, ശരിക്കും ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ ഒരാഴ്ച ഉറങ്ങിയിട്ടില്ല. നിങ്ങൾക്ക് എൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ പത്രസമ്മേളനത്തിന് എൻ്റെ ശരീരപ്രകൃതിയും അതുപോലെ തന്നെ ഇപ്പോഴത്തെ എൻ്റെ ഒരു അവസ്ഥയും ഒക്കെ നിങ്ങൾക്ക് നേരിൽ കണ്ടാൽ നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിയും. എനിക്ക് കോൺഗ്രസ് വിട്ടിട്ട് വേറെ ഒന്നും ചിന്തിക്കാൻ കഴിയില്ല. എൻ്റെ സിരകളിൽ ഓടുന്നത് കോൺഗ്രസിൻ്റെ രക്തമാണ്. അത് മായിച്ചാലും തേച്ചാലും മാറില്ല. ഞാൻ കോൺഗ്രസ്സുകാരനാണ്. ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എൻ്റെ അവസാനത്തെ എൻ്റെ ഈ മണ്ണിലേക്ക് ലയിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ അവസാനത്തെ ആ ഒരു കൊടി എൻ്റെ നെഞ്ഞത്തോട് നെഞ്ഞത്തോട്ട് വെക്കേണ്ട കൊടി, അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചർക്ക കൊടിയാണ്. അത് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. ആ സമയത്ത് ഒരുപാട് ആളുകളുമായി ബന്ധപ്പെട്ട് ഇത് 10 ദിവസത്തോളം കാലമായി ഇത്തരത്തിലൊരു എനിക്കെതിരെയുള്ള ഒരു നടപടി ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളും DCC പ്രസിഡന്റിനെ തെറ്റിദ്ധരിപ്പിച്ചു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ എൻ്റെ പാർട്ടിക്കുള്ളിൽ തന്നെ പല ആളുകളും എതിർചേരിക്ക് ചോർത്തി കൊടുക്കുകയും അവരെന്നെ സമീപിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും ഞാനൊരു തീരുമാനം എടുക്കാൻ ഞാൻ തയ്യാറായിരുന്നില്ല. പക്ഷെ എനിക്ക് ആ ലെറ്റർ എൻ്റെ കയ്യിൽ കിട്ടി. എൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും എന്നെ പുറത്താക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ആ കോൺഗ്രസുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്ന്, അതൊരു മനുഷ്യനുണ്ടാക്കുന്ന ഏറ്റവും വലിയ പ്രയാസം. ആ പ്രയാസം എനിക്ക് ഇവിടെ ഇറക്കി വെച്ചിട്ട് എനിക്ക് പോവുകയാണ്. അത് രാഷ്ട്രീയമായിട്ടല്ലേ, രാഷ്ട്രീയപരമായിട്ടും CPM-നെ ആശയപരമായിട്ടും ഞാൻ CPM-നെ ഞാൻ ഇനിയും നേരിടും. അത് ആ ഒരു റിയാസിനെ തന്നെ കിട്ടും. പക്ഷേ അതിലൊക്കെ ഒരുപാട് സമയം എടുക്കേണ്ടി വരും. എനിക്ക് പല കമ്മിറ്റ്മെൻറ്റുകളും എൻ്റെ ജീവിതത്തിൽ എന്നെ ആ സമയങ്ങളിൽ എന്നെ ഒരുപാട് ആളുകൾ എന്നെ ആ സമയത്ത് വിളിച്ച് എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് വലിയ വലിയ തോതിലുള്ള മനപ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇല്ല, അത് പ്രസിഡന്റാണ് തീരുമാനിക്കേണ്ടത്. ഞങ്ങളുടെ ഇതിൽ DCC-യുടെ പ്രസിഡന്റാണ് അതിൻ്റെ എല്ലാം. ഇല്ല, എൻ്റെ അത്തരത്തിലൊരു ചർച്ചയും ഇതുവരെ നടന്നിട്ടില്ല. പക്ഷെ എനിക്ക് ഇത് പറഞ്ഞ് ഇറങ്ങിയാലുള്ള എനിക്കൊരു തൊഴിലുണ്ട്, എനിക്കൊരു ബിസിനസ് ഉണ്ട്. എൻ്റെ ബിസിനസ് കൊണ്ടു നടക്കാൻ കഴിയുന്നില്ല. ഒരു മനുഷ്യന് വേണ്ടത്, ഒരു ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ്റെ മരണത്തിന് 2 കാരണങ്ങളാണുള്ളത്. ഒന്ന് ബോഡി ബാലൻസിങ്ങും, 2 ഹൈപ്പർ ടെൻഷനും. ഈ 2 കാരണമാണ് ഒരു ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ മരണപ്പെടാനുള്ള കാരണം. ഇതിൽ ഏറ്റവും കൂടുതൽ ഹൈപ്പർ ടെൻഷൻ അനുഭവിച്ച് ചിലപ്പോൾ എനിക്ക് ഈ രാഷ്ട്രീയ പാർട്ടിക്ക് അല്ല, എൻ്റെ കുടുംബത്തിന് തന്നെ ഞാൻ നഷ്ടപ്പെടും എന്നുള്ള ഒരു ചിന്ത എനിക്ക് വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ മാറ്റി ചിന്തിക്കുന്നത്. ഞാൻ ഒരിക്കലും കോൺഗ്രസ് പാർട്ടിയെ ഒരിക്കലും ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. ഞാനൊരു വ്യക്തി എന്നുള്ള നിലക്ക് ആ വ്യക്തി എന്നോട് DCC പ്രസിഡന്റ് എന്നോട് അങ്ങനെ കാണിച്ചു എന്നുള്ളത് കൊണ്ട് അത് സ്വാഭാവികമായിട്ട് നിങ്ങൾക്കൊക്കെ അറിയാം. ഒരാൾ നിങ്ങളോട് ഒരു ഡയറക്റ്റ് ഒരാൾ മാത്രമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് നമ്മൾ അയാളെക്കുറിച്ച് പലപ്പോഴും ചിലപ്പോൾ പറഞ്ഞു പോകേണ്ടി വരും. അത് പല തെറ്റിദ്ധാരണകളും DCC പ്രസിഡന്റ് എന്നെക്കുറിച്ച് പല തെറ്റിദ്ധാരണകളുണ്ടായിരുന്നു. അത് DCC പ്രസിഡന്റിന് മാറാൻ കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇപ്പോൾ എനിക്ക് ഉള്ളത്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഞാൻ റിയാസ് കച്ചമ്പാറയാണ്. കച്ചമ്പാറ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു.
കഴിഞ്ഞ തിങ്കളാഴ്ച എന്റെ പേരിൽ 2 വ്യാജ ആരോപണങ്ങളുടെ പേരിൽ എന്നെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പ്രാഥമിക അംഗത്വം എന്റെ കളഞ്ഞു. അതിന്റെ പേരിൽ അന്നത്തെ ആ സമയത്തെ എന്റെ മാനസിക പ്രയാസം കാരണം കൊണ്ട് ഞങ്ങളുടെ പ്രിയങ്കരനായ ഞങ്ങളുടെ DCC പ്രസിഡന്റിനെതിരെ ഞാൻ ആ സമയത്തുള്ള എന്റെ മാനസിക പ്രയാസവും ദേഷ്യവും വിദ്വേഷവും കാരണം കൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് ചില ബാഹ്യശക്തികളുടെ ഇടപെടൽ മൂലം ഞാൻ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ആ ആരോപണങ്ങൾ എന്റെ മാനസിക പ്രയാസം മൂലം ഉണ്ടായ ആരോപണങ്ങളാണ്. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ പാലക്കാട് ജില്ലയിൽ കെട്ടുറപ്പോടുകൂടി കൊണ്ടു നടക്കുന്ന പാലക്കാട് ജില്ലയുടെ അമരക്കാരൻ തങ്കപ്പേട്ടൻ മാനസികമായും ശാരീരികമായും ഒക്കെ അദ്ദേഹത്തിനും ഉണ്ടായ ആ വിഷമത്തിന് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ അദ്ദേഹത്തോട് ക്ഷമ ചോദിക്കുകയാണ്. ഞാൻ കോൺഗ്രസ് ആണ്. ഞാൻ ഒരിക്കലും എനിക്ക് കോൺഗ്രസ് വിട്ട് വേറൊരു പ്രസ്ഥാനത്തിൽ ചേരാൻ എനിക്ക് കഴിയില്ല. എന്റെ ആ സമയത്തുള്ള ആ മാനസിക ഡിപ്രഷൻ മൂലം എനിക്ക് ഇത്തരത്തിലൊരു പ്രവർത്തനങ്ങളിലേക്ക് പോകാൻ എന്നെ പ്രേരിപ്പിച്ചത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിൽ 2 ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു. ആ 2 ഉപതെരഞ്ഞെടുപ്പിനും കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി മുമ്പിൽ നിന്നത് DCCയുടെ അമരക്കാരൻ തങ്കപ്പേട്ടനാണ്. അദ്ദേഹത്തിന്റെ മനസ്സിന് ഞങ്ങൾ അച്ഛനും മക്കളും തമ്മിലുള്ള കോൺഗ്രസിന്റെ ഞങ്ങളൊക്കെ ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് കോൺഗ്രസിൽ. എനിക്ക് അങ്ങനെ പറയാൻ കഴിഞ്ഞില്ല. എന്നോട് ക്ഷമിക്കാൻ അദ്ദേഹം തയ്യാറാകണമെന്ന് മാത്രമാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. കോൺഗ്രസ് എന്റെ ജീവനും എന്റെ ജീവന്റെ ജീവനുമാണ്. എന്റെ സ്ഥിരകളിൽ ഓടുന്നത് കോൺഗ്രസിന്റെ രക്തമാണ്. ഒരിക്കലും എനിക്ക് കോൺഗ്രസിനെ തള്ളി പറഞ്ഞുകൊണ്ട് വെറും കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഇന്ന് ഈ തിങ്കളാഴ്ച വരെ ഒരാഴ്ചക്കാലം ഞാൻ അനുഭവിച്ച എന്റെ വേദന അത് മനസ്സിലാക്കണമെങ്കിൽ യഥാർത്ഥ ഒരു കോൺഗ്രസുകാരനായി ഇരിക്കുന്ന ആളുകൾക്ക് മാത്രമേ ആ മനോവിഷമം മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. എല്ലാവരും എന്നോട് ക്ഷമിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.